ഹായ് കൂട്ടുകാരെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണല്ലോ, എല്ലായിടത്തും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടൊക്കെയാണ് പറഞ്ഞേക്കണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലുവിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ കൂൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ കൂൺ. അപ്പോൾ എൻ്റെ മോക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എടപ്പള്ളിയിൽ. അന്ന് ഞാനും അവളും കൂടി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സായി. അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയൊക്കെ ഒരു 12-8 തീയതി അവളിപ്പോൾ ജോലിക്ക് കയറണേ കേട്ടോ. അപ്പം ഞങ്ങൾ ലുലുവിലേക്ക് കയറിയിട്ടുണ്ടായി. ലുലുവിലേക്ക് കയറിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി. നമുക്ക് ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ. മണ്ടന്മാർ ലണ്ടനിൽ പോയത് കഥ പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ സഞ്ചിയൊക്കെ നിറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ആ പൊക്കത്തടൊക്കെ കയറിപ്പോഴാണ് ഓർത്തത്. ഫുഡ് കോർട്ടിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തപ്പോൾ ഈ കയ്യിൽ വലിയ സഞ്ചി. പിന്നെ ഞങ്ങൾ ആ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നേരെ എടപ്പള്ളി വന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞ് അവൾക്ക് ജോലി കിട്ടിയല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കത് വലിയൊരു സന്തോഷമുള്ളൂ. കുറേ ദിവസം ഇങ്ങനെ കുറേ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ നടക്കണമായിരുന്നു, ഒന്നും ശരിയാകണില്ലായിരുന്നു. അപ്പോൾ അതെന്തായാലും സെറ്റായി. അപ്പോൾ ഞങ്ങൾ എടപ്പള്ളി കുറേ നേരം തന്നെ ഇരുന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ലായിരുന്നു. അത് കഴിഞ്ഞ് വയറ് വിശക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അലു പറഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാൻ വിശന്നിട്ട് പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. ഫുഡ് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അലുവിന് ഇഷ്ടപ്പെട്ടില്ല. അവൾ ചോറാണ് കഴിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് വിശന്നതെന്ന് വെച്ചുകൊണ്ട് ഞാൻ മസാല ദോശ കിട്ടിയത് അങ്ങോട്ട് വേഗം കഴിച്ച്. പക്ഷേ നമുക്ക് അങ്ങനെ കഴിക്കുമ്പോൾ ചായയുള്ള നമ്മൾ പ്രധാനമായിട്ടും നോക്കണതെന്ന് വെച്ചാൽ ചായ കുടിക്കുമ്പോൾ ഒന്നും കഴിച്ചില്ലെങ്കിലും ചായ കുടിക്കുമ്പോൾ നമ്മൾ നല്ല ഉഷാറായിരിക്കും. അങ്ങനെ എടപ്പള്ളിയിലും കയറി ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ബസ്സിനൊക്കെ പോണവരും ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു. ഭയങ്കര കഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ള കേട്ടോ വീഡിയോ. ടാറ്റ ബൈ ബൈ.